വാഴ്ത്തപ്പെടട്ടെ. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ 99ാമത് കൺവെൻഷൻ്റെ 3ാമത്തെ രാത്രി ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ ദൈവം തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും അവസരത്തിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിലെ യോഗാധ്യക്ഷൻ പാസ്റ്റർ CC എബ്രഹാം, നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രസിഡൻറ്റ് ഡോക്ടർ T. വെൽസൺ എബ്രഹാം, വൈസ് പ്രസിഡൻറ്റ് പാസ്റ്റർ വിൽസൺ ജോസഫ്, സെക്രട്ടറി പാസ്റ്റർ സാം ജോർജ്, ട്രഷറർ ബ്രദർ സണ്ണി മുളമൂട്ടിൽ, വിശേഷാൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഏറ്റവും സീനിയർ ശുശ്രൂഷകരിൽ ഒരാളായിരിക്കുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബെഞ്ചമിൻ വർഗീസ്, എനിക്ക് മുൻപ് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കൈമാറിയ പാസ്റ്റർ സണ്ണി ഫിലിപ്പ്, എനിക്ക് ശേഷം ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ബേബി വർഗീസ്, IPC കേരള സ്റ്റേറ്റിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർ, വിവിധ കാലഘട്ടങ്ങളിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ബഹുമാന്യരും ആദരണീയരുമായ കർത്താവിൻ്റെ ദാസന്മാർ, പ്രായം കൊണ്ടും പക്വത കൊണ്ടും ശുശ്രൂഷ പരിചയം കൊണ്ടും എന്നേക്കാൾ ശ്രേഷ്ഠരായ അനുഗ്രഹീതരായ എല്ലാ ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർക്കും, മാതാപിതാക്കൾക്കും, സഹോദരീ സഹോദരന്മാർക്കും, കുഞ്ഞുങ്ങൾക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുവിൻ്റെ വന്യപരിശുദ്ധ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ബഹുമാന്യരായ യോഗസംഘാടകർ, യേശുക്രിസ്തുവിൻ്റെ ഞാൻ എന്ന പ്രഖ്യാപനത്തെ സംബന്ധിച്ച് നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ പ്രാർത്ഥനാപൂർവം ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. ആകയാൽ യേശു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിക്കുന്നുവെന്നും അറിയും. ആമേൻ. ഈ വാക്യത്തിനായി നമ്മുടെ കരങ്ങൾ ഉയർത്തി നല്ലൊരു സ്തോത്രമെന്ന് പറയാമോ? പോരാ, ശബ്ദമുയർത്തി സന്തോഷത്തോടെ നമ്മുടെ വാത്സല്യ കർത്താവ് യഹൂദന്മാരോട് പറയുകയാണ്. ബഹുമാന്യനായ സണ്ണി ഫിലിപ്പ് പാസ്റ്റർ ആ കാര്യം ഇവിടെ സംസാരിച്ചു എങ്കിലും ഞാനൊന്ന് സൂചിപ്പിക്കുക. യേശു പറയുന്നു, ഞാൻ എവിടെ നിന്ന് വന്നു എന്നോ എവിടേക്ക് പോകുന്നു എന്നോ നിങ്ങൾ അറിയുന്നില്ല, പക്ഷെ ഞാൻ എവിടെ നിന്ന് വന്നെന്നും എവിടേക്ക് പോകുന്നെന്നും എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അടുത്തത് കർത്താവ് പറയുകയാണ്, ഞാൻ ഉയരത്തിൽ നിന്ന് വന്നതാണ്, പക്ഷെ നിങ്ങൾ ഈ മണ്ണിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ ലോകത്തിൽ നിന്നുള്ളവരാണ്, ഞാൻ ലോകത്തിൽ നിന്ന് ഉള്ളവൻ അല്ല. വീണ്ടും കർത്താവ് പറയുന്നു, ഞാൻ പോകുന്നു, പക്ഷെ ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയില്ല. ഉടനെ ഇവർ പറയുകയാണ്, ഇദ്ദേഹത്തെ കൊല്ലാൻ ഒത്തിരി പേരിങ്ങനെ അവസരം പാർത്തിരിക്കുക, അതുകൊണ്ട് മറ്റാരും കൊല്ലുന്നതിന് മുമ്പ് പോയി ചത്തേക്കാമെന്ന നിലയിൽ ആത്മഹത്യ ചെയ്യാനുള്ള പുറപ്പാടാണെന്നാ അവർ വിചാരിച്ച്. കർത്താവ് പറഞ്ഞ അങ്ങനൊന്നുമല്ല, ഞാൻ പോകുന്നത് സ്വർഗത്തിലേക്കാണ്, മുകളിലേക്കാണ് പോകുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാതിരുന്നാൽ, നമ്മുടെ സത്യവേദ പുസ്തകത്തിൻ്റെ ആധുനിക പരിഭാഷയിൽ വളരെ മനോഹരമാണ് ആ പദം. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം, ആ വാക്യം അവിടെ വായിച്ചത്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ പോകുന്ന ഇടത്തേക്ക് വരാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഉടനെ കർത്താവിനോട് അവർ ചോദിക്കുകയാണ്, അങ്ങാരാണ്? അങ്ങാരാണെന്ന ചോദ്യത്തിന് യേശു പറയുന്ന മറുപടിയാണ് 28-ാമത്തെ വാക്യം. ആകയാൽ യേശു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവൻ എന്ന് അറിയും. ഒന്നുകൂടെ പറയാം, ഇപ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയില്ല ഞാൻ ആരാണെന്ന്. പല പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു,
ഞാൻ ആരാണെന്ന് എന്നിട്ടും നിങ്ങൾക്ക് ബോധ്യമാകുന്നില്ല. പക്ഷെ 28-ാമത്തെ വാക്യം പറയുന്നു, ഞാനാകുന്നവൻ ഞാനാണെന്ന് നിങ്ങൾ അറിയുന്ന ഒരു ദിവസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനാകുന്നവൻ ഞാനാണ് എന്ന് നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞാൽ, ഈ ഞാനാകുന്നവൻ ഞാൻ എന്ന് കർത്താവ് പറയുമ്പോൾ എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത്? ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ആദ്യം നമ്മൾ ബൈബിളിൽ കാണുന്നത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലാണ്. ആ ഭാഗത്തേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. അവിടെ ചില ആശയങ്ങൾ പരിശുദ്ധാത്മാവ് ഒരു ദൂതായി എൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കൈമാറാം. പ്രിയരേ, മോശയ്ക്കും ഉൾപ്പടർപ്പിൽ എൻ്റെ ദൈവം പ്രത്യക്ഷനാകുകയാണ്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ദൈവം എന്തിനാ മോശയ്ക്കും ഉൾപ്പടർപ്പിൻ്റെ അകത്ത് ഇറങ്ങി വന്ന് പ്രത്യക്ഷനായത്? വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു, അതൊന്നും ചെയ്യാതെ മുൾപ്പടർപ്പിൽ എന്തുകൊണ്ട് ഇറങ്ങി വന്നു? അതറിയണമെങ്കിൽ മോശയുടെ ചരിത്രം ഒരല്പമൊന്ന് വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. മോശയുടെ ജനനത്തെ സംബന്ധിച്ച് 2 വാക്യങ്ങളാണ് തിരുവെഴുത്തിലുള്ളത്. എബ്രായ ലേഖനം 11:23 ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്താൽ മോശ താൻ ജനിച്ചപ്പോൾ ശിശു സുന്ദരനെന്ന് കണ്ടു. അപ്പോസ്തല പ്രവൃത്തി 7:20 അക്കാലത്ത് മോശ ജനിച്ചു ദിവ്യ സുന്ദരനായിരുന്നു. മോശ സുന്ദരനായിരുന്നു, അതുകൊണ്ട് 3 മാസം അപ്പൻ്റെ വീട്ടിൽ ഒളിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള ചിന്ത, നല്ല കറുകറുത്ത തലമുടി, കരിമീനിൻ്റെ കണ്ണ്, റോസപ്പൂവിൻ്റെ കളറ്, ഓമനത്തം തുളുമ്പുന്ന മുഖം, ഇതൊക്കെ കണ്ടിട്ട് ഇത്രയും സുന്ദരനായ ഒരു കുഞ്ഞിനെ എങ്ങനെ കൊലയ്ക്ക് കൊടുക്കുന്നത് എന്ന് ചിന്തിച്ച് മാതാപിതാക്കൾ ഒളിപ്പിച്ചു വെച്ചു എന്ന്. അങ്ങനല്ല. ശാരീരിക സൗന്ദര്യം അവിടെ ഒരു ഘടകമാണെങ്കിലും പ്രധാനപ്പെട്ട ആശയം അതല്ല. ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ കൊടുത്തിരിക്കുന്നത് പ്രോപ്പർ ചൈൽഡ് എന്ന് കണ്ടെന്നാണ്. സാധാരണ കുഞ്ഞല്ലെന്ന് കണ്ടു, ശരിയായ കുഞ്ഞെന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ, ഇവനിലൊരു ദൈവപ്രവൃത്തി, ഇവനിലൂടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ടെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായി. അത് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 3 മാസം അപ്പൻ്റെ വീട്ടിൽ അവനെ പോറ്റി. പക്ഷെ മാനുഷിക പരിമിതി അതിനപ്പുറത്തേക്ക് തുടരാൻ അനുവദിച്ചില്ല. അവസാനം ഒരു ഞാങ്ങണ പെട്ടകമുണ്ടാക്കി, ഞാങ്ങണ പെട്ടകത്തിന് കീലും പശയും തേച്ച് മോശയെ അതിൻ്റെ അകത്ത് കിടത്തി നൈൽ നദിയിൽ ഞാങ്ങണയുടെ ഇടയിൽ കൊണ്ടുവച്ചു. ഞാൻ പലപ്പോഴും അവിടെ ചിന്തിക്കാറുണ്ട്, 2200-ൽ പരം ദേവസങ്കല്പങ്ങൾ അന്ന് മിസ്രൈമിലുണ്ട്. അതിൽ ഒരു ദേവസങ്കല്പമാണ് നൈൽ. ആ നൈൽ എന്ന് പറയുന്ന നദിയിൽ ഇസ്രായേലിൻ്റെ ആൺകുഞ്ഞുങ്ങളെ എറിഞ്ഞു കൊല്ലണമെന്നായിരുന്നു ഫറവോന്റെ കൽപ്പന. ആയിരക്കണക്കിന് ഇസ്രായേലിയ ആൺകുഞ്ഞുങ്ങളെ വിഴുങ്ങിയ നൈൽ നദിയിലാണ് ഞാങ്ങണ പെട്ടകത്തിനകത്ത് മോശയെ കൊണ്ട് ആ മാതാപിതാക്കൾ വെച്ചത്. പക്ഷെ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം, ഇന്നലകളിൽ ആയിരക്കണക്കിന് ഇസ്രായേലി ആൺകുഞ്ഞുങ്ങളെ കൊന്ന നൈലാണെങ്കിലും ഈ ഞാങ്ങണ പെട്ടകത്തിനകത്ത് കൈകാലിട്ടടിക്കുന്ന ഈ കുഞ്ഞിനെ തൊടാൻ നിനക്ക് സാധിക്കില്ല. എന്താ സാധിക്കാത്തതെന്നറിയാമോ? അവൻ ഈ നൈൽ നദിക്കകത്ത് ഒടുങ്ങിത്തീരേണ്ടവനല്ല. മിസ്രൈമ്യ മന്ത്രവാദികളുടെ ശക്തികളെ തകർക്കുന്ന ലക്ഷക്കണക്കിന് ഇസ്രായേൽ മക്കളെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ട, വടിനീട്ടി കൈനീട്ടി കടൽ പിളർത്തേണ്ടുന്ന തീ കത്തുന്ന പർവ്വതമായ സീനായിൽ തീപാറുന്ന പ്രമാണം മേടിക്കാൻ ദൈവത്തിന്റെ അടുക്കൽ കയറി ചെല്ലണ്ട. അഗ്നിമയമായ പ്രമാണം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് കൈമാറണ്ട. എന്തിനേറെ പറയുന്നു, എൻ്റെ കർത്താവിനോടൊരുമിച്ച് മറുരൂപമലയിൽ തൻ്റെ ക്രൂശും മരണത്തെ സംബന്ധിച്ചു വരെ ആശയവിനിമയം നടത്താൻ എൻ്റെ തമ്പുരാന്റെ പദ്ധതി മോശയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കെ ഇന്നലെയുടെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്ന ചരിത്രം നൈലിനു പറയാനുണ്ടെങ്കിലും എൻ്റെ തമ്പുരാന്റെ പദ്ധതി ഉള്ളവൻ ആ പദ്ധതി തീരുന്നിടം വരെ, ആ പദ്ധതി നിവർത്തിക്കുന്നിടം വരെ ഒരു ദുഷ്ടശക്തികൾക്കും ഒരു ദേവസങ്കല്പങ്ങൾക്കും അവൻ്റെ ഒരു തലമുടി നാരിനെ തൊടാൻ സാധ്യമല്ലെങ്കിൽ ഇന്ന് രാത്രി കൃപ ലഭിച്ച അഭിഷക്തന്മാരോട് ഞാൻ പറയുന്നു, ദൈവമക്കളോട് വിളിച്ചു പറയുന്നു, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള തമ്പുരാന്റെ പദ്ധതി മണ്ണിൽ നിവർത്തിച്ച് തീരുന്നിടം വരെ നിന്റെ ഒരു തലമുടി നാരിനു പോലും കേടുവരാതെ തൻ്റെ സുരക്ഷിത കരങ്ങളിൽ പൊതിഞ്ഞു കൊണ്ടു നടക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ആ കരങ്ങൾ ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാ.
ആ കുഞ്ഞ് ഞാങ്ങണപ്പെട്ടകത്തിൽ കിടക്കുന്ന സമയത്ത് അന്ന് തന്നെ ഫറവോന്റെ പുത്രിയും തോഴിമാരും അവിടെ വന്നു. മിരിയാം മുഖാന്തരം ആ പെട്ടകം ഫറവോന്റെ പുത്രിയുടെ കയ്യിലെത്തി. കണ്ട മാത്രയിൽ അവൾക്ക് മനസ്സിലായി അതൊരു എബ്രായ കുഞ്ഞാണെന്ന്. നിയമം വെച്ച് നോക്കിയാൽ അവനെ ആ നൈൽ നദിയിൽ വലിച്ചെറിയേണ്ടതാ. പക്ഷെ എറിയാനല്ല തോന്നിയത്, ചേർത്ത് പിടിക്കാനാ തോന്നിയത്. ഇന്ന് രാത്രി എഴുതി വെച്ചോ, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു ദൂത് ദൈവാത്മാവ് വിളിച്ചു പറയുകയാണ്. ഒറ്റപ്പെടുത്തപ്പെടലുകളുടെ നടുവിൽ, തിക്താനുഭവങ്ങളുടെ നടുവിൽ, നൊമ്പരങ്ങളുടെ നടുവിൽ എനിക്കാരുമില്ലെന്ന് ചിന്തിച്ച് കണ്ണു നനയുന്ന സാഹചര്യങ്ങളിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നീ അറിയാതെ നിന്നെ ചേർത്ത് നിർത്താൻ ചിലരെ ദൈവം ഒരുക്കും. ഇതിൽ പരം ഒരു ദൈവ ശബ്ദം ഇന്ന് രാത്രി വേണോ? അതരം തുറന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് നിയോഗമുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്തോ എന്നോട് ഇങ്ങനെ ഒരു ദൂത് പറയുന്നു. 276 പേരുമായി ഒരു കപ്പൽ റോമിലേക്ക് പോകുകയാണ്. ഇരുകടൽ കൂടി ഒരു സ്ഥലത്തെത്തിയപ്പോൾ അണിയമുറച്ചു, തിരയുടെ കേമത്താൽ അമരം തകർന്നു, കപ്പൽ ഉടഞ്ഞു. ഉടനെ പടയാളികൾ പറയുക, തടവുകാരെല്ലാം രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, അവരെ മുഴുവൻ കൊന്നുകളയാം. പക്ഷെ അവിടെ ഒരു പദമുണ്ട്. എന്താ പദമെന്നറിയാമോ? ശതാധിപനോ പൗലോസിനെ രക്ഷിപ്പാനിച്ചിട്ട് ഇങ്ങനെ പറയുന്നു, നീന്തൽ അറിയാവുന്നവർ നീന്തിയും അല്ലാത്തവർ പലക കഷണത്തെ പിടിച്ചും അക്കരയെത്തട്ടെ. എന്തുകൊണ്ടാണ് അങ്ങനെ ശതാധിപൻ പറഞ്ഞത്? പൗലോസിനെ രക്ഷിക്കാൻ ഇച്ഛിച്ചിട്ട്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, മുഴുവൻ പ്രതികൂലമെന്ന് പറയുന്നിടത്ത് നിനക്ക് അനുകൂലമായ ഒരു അധരം, നിനക്ക് അനുകൂലമായ ഒരു കരം എൻ്റെ ദൈവം ഒരുക്കും, എൻ്റെ ദൈവം ചലിപ്പിക്കും. എത്ര പേർക്ക് വിശ്വാസത്താൽ ഇന്ന് രാത്രി സ്തോത്രം പറയാൻ കഴിയുന്നുണ്ട്? ദൈവാത്മാവിനെ ഞാൻ വിളിച്ചു പറയുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത് ഇന്ന് രാത്രി എഴുതി വെച്ചോ. പൗലോസേ, തൊട്ട് മുൻപ് നിന്നോട് എന്താ പറഞ്ഞേ? നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ദൈവം നിനക്ക് ദാനം തന്നിരിക്കുന്നതല്ലേ? അവരെ തന്നിരിക്കുകയാണെങ്കിൽ അവരെ കൊല്ലാനുള്ളതല്ല, അവരെ നിന്റെ കൂടെ ഇരുത്താനുള്ളതാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ടവരില്ലേ? ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദേശങ്ങളുടെ വിടുതലിന് വേണ്ടി ഇന്ന് രാത്രി മല്ലുകെട്ടുന്ന അഭിഷക്തന്മാരോട്, ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലതിനെ നിന്റെ കൂടെ ഇരുത്താമെന്ന് എൻ്റെ തമ്പുരാൻ നിന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണുനീര് നിർത്തണ്ട, പ്രാർത്ഥന നിർത്തണ്ട, ഉപവാസം നിർത്തണ്ട, പ്രയത്നം നിർത്തണ്ട. നിന്റെ കണ്ണുനീരിന്റെ ഫലമായി, നിന്റെ പ്രാർത്ഥനയുടെ ഫലമായി, നിന്റെ തേങ്ങലിന്റെ, നിന്റെ നൊമ്പരത്തിന്റെ റിസൾട്ടായി ദൈവം ചിലതിനെ നിന്റെ കൂടെ കർത്തൃസന്നിധിയിൽ ഇരുത്തുമെന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ആലോചന കൈമാറുന്നു. എത്ര പേർക്ക് വിശ്വാസത്താൽ സ്തോത്രം പറയാൻ മനസ്സുണ്ട്? കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്ക. കൃപയാൽ മോശ ചെന്ന് പെട്ടത് പെറ്റമ്മയുടെ കയ്യിലാണ്. ഞാനിങ്ങനെ പറയാം, പെറ്റമ്മയെ തന്നെ ദൈവം പോറ്റമ്മയായി കൊടുത്തു. എന്തിനാ പെറ്റമ്മയെ പോറ്റമ്മയായി കൊടുത്തേ? എബ്രായ 11 അധ്യായത്തിൽ വായിക്കുന്ന, വിശ്വാസത്തിൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തേക്കാൾ, അല്ലേ, 3 മാസം പ്രായമുള്ള ഈ കുഞ്ഞ് ഫറവോന്റെ പുത്രിയുടെ കയ്യിൽ എത്തപ്പെട്ടിരുന്നെങ്കിൽ ഇവൻ ഏറ്റവും വലിയ ദുരന്ത കഥാപാത്രമായി മാറിയാണ്. പക്ഷേ ആ കൊട്ടാരത്തിനകത്ത് ഒരു വിശുദ്ധ ജീവിതം നയിക്കാനൊരു കാരണമുണ്ട്. എന്താ കാരണം? അമ്മ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്നപ്പോൾ മോനോട് പറഞ്ഞു, മോനെ, നമ്മൾ സാധാരണ ജനമല്ല, നമ്മളൊരു പ്രത്യേക ജനവിഭാഗമാണ്. എന്താ പ്രത്യേക ജനവിഭാഗം എന്നറിയാമോ? നമുക്കൊരു പൂർവ്വപിതാവുണ്ട്. കൽദയ പട്ടണമായ ഊരിലാണ് അദ്ദേഹം പാർത്തത്. അവിടെ തേജോമയനായ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുണ്ടായി. ആ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ ആ അപ്പൻ്റെ തലമുറക്കാരാണ് നമ്മൾ. അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്ഹാക്ക്, യാക്കോബ്, വിശദീകരിക്കുന്നില്ല, യോസേപ്പ് മിസ്രൈമിൽ വന്നു. ലോകം മുഴുവൻ ക്ഷാമമുണ്ടായി. ക്ഷാമകാലത്ത് അദ്ദേഹം ഇവിടുത്തെ ഭക്ഷ്യകാര്യ വകുപ്പ് മന്ത്രിയായി. അങ്ങനെ നമ്മുടെ പിതാക്കന്മാർ 70-ൽ പരം ആൾക്കാരായി ഇവിടെ വന്നു. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവരുടെ അടിമകളായി. പക്ഷേ കുഞ്ഞേ, ഒരു കാര്യം ഞാൻ പറയാ, എന്നും നമുക്ക് അടിമത്തമല്ല. നമ്മുടെ പിതാവായ അബ്രഹാം ഇല്ലേ, ആ അബ്രഹാമിനോട് ദൈവം പറഞ്ഞായിരുന്നു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 വർഷം പാർക്കുമെന്നും അവരിവരെ അടിമകളാക്കുമെന്നും, പക്ഷെ എന്നും ആ അടിമത്തം നിലനിൽക്കത്തില്ലെന്നും
നിന്നും അടിമത്തത്തിൻ്റെ ചങ്ങല പൊളിച്ച് ദൈവം അവരെ പുറത്തു കൊണ്ടുവരുമെന്ന്, 4ാം തലമുറ ഇവിടേക്ക് മടങ്ങി വരുമെന്ന് നമ്മുടെ ദൈവം പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞെ, ആ 4ാം തലമുറ നിന്റെ തലമുറയാ. ഇത് പുറപ്പാടിൻ്റെ തലമുറയാ. ഇത് അടിമത്തം ഭേദിച്ച് സ്വാതന്ത്ര്യത്തോടെ വാഗ്ദത്ത ദേശത്തേക്ക് പോകാനുള്ള തലമുറയാ. മോശ മിസ്രമ്യ കൊട്ടാരത്തിൽ കരുനീക്കം നടത്തിയത് അടുത്ത ഫറവോനാകാനല്ല. പിന്നെ ഇത് പുറപ്പാടിൻ്റെ തലമുറയാണെങ്കിൽ, ഈ 4ാം തലമുറയ്ക്ക് ഇവിടെ നിന്നൊരു പുറപ്പാടുണ്ടെങ്കിൽ, എനിക്കിവിടുത്തെ കൊട്ടാരമല്ല, എനിക്കിവിടുത്തെ ഫറവോന്റെ സിംഹാസനമല്ല, എനിക്ക് ആ പുറപ്പാട് വേണം. വാഗ്ദത്ത നാട്ടിലേക്ക് എനിക്കൊരു യാത്ര വേണം. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, പുറപ്പാടിന്റെ സമയമായി. നമ്മുടെ പിതാക്കന്മാർ ഒരു പിതൃദേശം അന്വേഷിച്ചവരാണ്. IPC 99ാമത് അന്തർദേശീയ കൺവെൻഷനിൽ ആത്മിക നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ഇതൊരു പുറപ്പാടിന്റെ തലമുറയാണ്. കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാ. അവിടെ ദൂത് പറഞ്ഞുകൊണ്ട് നിന്നാൽ വിഷയത്തിലേക്ക് വരാൻ പറ്റില്ല, ഓടി പറയാം. പക്ഷെ പഴന്തു പാത്രം നിലത്ത് വീണുടയുന്നത് പോലെ എല്ലാ പ്രതീക്ഷയും തകർക്കപ്പെട്ട് ഓടേണ്ടി വന്നു. ഓടി 40 വർഷം ആടുകളെ മേയിച്ച് നടക്കുക. ഞാൻ പലപ്പോഴും മോശൻ്റെ ഭാവനയെ കാണും. വിങ്ങുന്ന ഹൃദയം, വിതുമ്പുന്ന ചുണ്ട്, നിറഞ്ഞ കണ്ണുകൾ. ദൈവമേ, എന്തെല്ലാം സ്വപ്നങ്ങളാ എൻ്റെ മനസ്സിലുണ്ടായിരുന്നേ, പക്ഷെ എല്ലാം തകർക്കപ്പെട്ടു. മരുഭൂമി, അവിടെ ഇങ്ങനെ ആടുകളെ മേയിച്ച് നടക്കുമ്പോൾ ധാരാളം മുൾച്ചെടികൾ അവിടെ ഉണ്ട് കേട്ടോ. ആ മുൾപ്പടർപ്പുകളുണ്ട്. നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം ഇപ്പോൾ വായിക്കണ്ട, 9ാം അധ്യായം വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ഈ വൃക്ഷങ്ങളെല്ലാം കൂടെ ഒരു രാജാവിനെ വാഴിക്കാനായിട്ട് പോയല്ലോ. അവരെ ഒലിവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഒലിവ് പറഞ്ഞു, പറ്റുകയില്ല, ദൈവവും മനുഷ്യനും ഞങ്ങളെ ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ പുഷ്ടി കൊണ്ടാണ്. അത്തിയിടത്ത് ചെന്നപ്പോൾ അത്തി പറഞ്ഞു, പറ്റുകയില്ല, ഞങ്ങൾക്ക് ദൈവത്തെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന മധുരമായ വിശേഷപ്പെട്ട ഫലമുണ്ട്. അവർ മുന്തിരി ചെന്നപ്പോൾ മുന്തിരി പറഞ്ഞു പറ്റിയല്ല, രസമുണ്ട്. അപ്പം ഇവരെല്ലാവരും കൂടെ ആലോചിച്ചു, ഈ ഫലമുള്ള, ഗുണമുള്ള, രസമുള്ള, ഫലമുള്ള, പുഷ്ടിയുള്ള ഒന്നുമില്ല. പിന്നെ സസ്യലോകത്ത് ഗുണവും മണവും രുചിയും ഒന്നുമില്ലാത്ത ഏതെങ്കിലും ഒരു സാധനം ഉണ്ടോ? അന്വേഷിച്ചപ്പോൾ അവർ കണ്ടെത്തിയത് മുൾപ്പടർപ്പിനെയാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞതിൻ്റെ ആശയം എന്താണെന്നറിയാമോ? ഒരു ഫലവുമില്ലാത്ത, ഒരു ഗുണവുമില്ലാത്ത, ഒരു മണവുമില്ലാത്ത, ദൈവത്തിനും മനുഷ്യർക്കും വേണ്ട എന്ന് ചിന്തിക്കത്തക്ക നിലയിൽ ഒരു ഗുണവും മണവും ഇല്ലാത്തതാണ് ദൈവത്തിന് സ്തോത്രം മുൾപ്പടർപ്പ്. പക്ഷേ ആ മുൾപ്പടർപ്പിൽ ആ ദൈവം ഇറങ്ങിയേ. എന്താ അതിൻ്റെ ആശയം എന്നറിയാവോ? ഇപ്പം മോശയുടെ അനുഭവവും ഇതുപോലൊക്കെ തന്നെയാ. എൻ്റെ ദൈവമേ, ഇന്നലകളിൽ എനിക്കൊത്തിരി സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം തകർന്നു. ഉപയോഗശൂന്യമായൊരു പൊച്ചപാത്രം പോലെ, ഒരു ഗുണവും മണവും ഇല്ലാത്ത, ആർക്കും വേണ്ടാത്ത ഒരു മുൾപ്പടർപ്പ് പോലെ ഞാനായി മാറിയല്ലോ. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ ഇടപെടൽ എന്താണെന്നറിയാവോ? തൻ്റെ ഭക്തന്റെ ഹൃദയം അറിയാവുന്ന ദൈവം മോശയോട് പറയാം, മോശേ, ഏതു മുൾപ്പടർപ്പിനെയും എൻ്റെ സാന്നിധ്യമാക്കി മാറ്റാൻ എന്നെ കൊണ്ട് കഴിയും. ഇന്ന് രാത്രി ഇന്നലകളുടെ പരാജയങ്ങൾ, ഇന്നലകളുടെ തകർച്ചകൾ നിമിത്തം ദൈവത്തിന് പോലും എന്നെ വേണ്ടെന്ന് തോന്നത്തക്ക നിലയിൽ വെടിവീർപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രി എഴുതി വെച്ചോ. ഈ 2023 ഈ കൺവെൻഷനിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ഒരു വഴിത്തിരിവിലേക്ക് നയിക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് KJ തോമസ് അല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കൈമാറുമ്പോൾ ആദരം തുറന്ന് സ്തോത്രം പറയാൻ നിയോഗമുള്ള ദൈവമക്കൾ ആ കരമടിച്ചൊരു 30 സെക്കൻഡ് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അതിശക്തമായി ചിലരോട് ഇടപെടുന്നു. നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ ആത്മീക ജീവിതത്തിൽ ഒരു വഴിത്തിരിവിലേക്ക് ദൈവാത്മാവ് നയിക്കാൻ പോകുന്നു. ചതഞ്ഞ ഓട ഒടിക്കാത്ത ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവം നിന്നെ അത്ഭുതകരമായി മാറ്റിമറിക്കാൻ പോകുന്നു. ഓ റബ ശംദൽ ഖമാനിയാസ ഈ പ്രാവശ്യം കുമ്പനാട് കൺവെൻഷനിൽ വന്നതുപോലെ പോകണ്ട. സ്വർഗം ഇന്ന് രാത്രി തന്റെ സാന്നിധ്യം നിന്നിലേക്ക് അയക്കുകയാണ്. കത്തുന്ന മുൾപ്പടർപ്പിനെ മോശെ അത്ഭുതത്തോടെ നോക്കിയതുപോലെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് ലോകം ചിന്തിച്ച, ലോകം തള്ളിയ മുൾപ്പടർപ്പിനെ തന്റെ സാന്നിധ്യമാക്കി മാറ്റിയതുപോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ഒരു അത്ഭുതകരമായ വഴിത്തിരിവിലേക്ക് എൻ്റെ ദൈവം നയിക്കുന്ന നാളുകൾ വിദൂരമല്ല. എത്ര പേർക്ക് സ്തോത്രം പറയാൻ ആത്മാവിൽ നിയോഗമുണ്ട്? മോശയുടെ ദൈവം പറഞ്ഞു, മോശേ വാ,
എൻ്റെ ജനത്തെ പുറപ്പെടുവിച്ചുകൊണ്ട് പോകും. മോശ പറഞ്ഞു പറ്റിയല്ല, കഴിവില്ല. ദൈവം പറഞ്ഞു ഞാൻ കൂടെ വരാം. അടുത്തത് മോശ ദൈവത്തോട് പറയാം, ദൈവമേ 2200 പേരുണ്ട് അവിടെ, പേരും ഊരും പറയാൻ. ഓരോരുത്തർക്കും ഓരോന്നാ ജോലി. ആ 2200 ഉള്ളിടത്തേക്ക് ഞാൻ പോവുക. അവിടെ ചെല്ലുമ്പോഴേ ഇസ്രായേൽ എന്നോട് ചോദിക്കും അങ്ങയുടെ പേരെന്നാന്ന്. അപ്പം ഞാൻ എന്നാ പറയണ്ടേ? അതിന് ദൈവം പറയുന്ന മറുപടി, മോശേ ഞാൻ ആരാന്ന് പറയാം. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാനാകുന്നെന്ന് പറഞ്ഞാൽ ഞാനാകുന്നെന്ന് പറഞ്ഞ ആശയം എന്താണെന്നറിയാവോ? എനിക്കു തുല്യം ഞാൻ മാത്രമാണ്. എന്നോട് തുലനം ചെയ്യാനോ എന്നെ സാമ്യപ്പെടുത്തി പറയാനോ മറ്റാരുമില്ല. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഒറ്റ ഉദാഹരണം, പെട്ടെന്നൊരു ഉദാഹരണം പറയും മനസ്സിലാവും. ഞാൻ കുമ്പളിക്കാരനാണല്ലോ, ഹൈറേഞ്ചിൽ നിന്ന് വന്നാണല്ലോ. ഒരു 35 കൊല്ലം മുമ്പുള്ള കാലം ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഓർക്കാറുണ്ട്. ആ 35 കൊല്ലം മുമ്പ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പെണ്ണ് കാണാൻ പോകും. ചെറുക്കൻ പെണ്ണ് കാണാൻ പോകും. പെണ്ണ് കാണാൻ തിരുവല്ലാവില്ല അവരൊന്നിരിക്കട്ടെ, ചെറുക്കൻ കാണും, കൂട്ടുകാർ കാണും, അല്ലെ അളിയൻ കാണും, ബ്രോക്കറും കാണും. 2-3 പേരെ വരിക. അത് ഇന്നത്തെ പോലെ ഫോട്ടോ ഒന്നും കാണാൻ സംവിധാനമില്ല, ഗതാഗത സൗകര്യങ്ങളും ഇല്ല. തിരിച്ച് ചെറുക്കൻ പെണ്ണ് കണ്ടിട്ട് തിരിച്ച് ചെല്ലുമ്പോൾ അപ്പനും അമ്മയും സഹോദരന്മാരൊക്കെ ചോദിക്കും, പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. പെണ്ണെങ്ങനുണ്ട്? വെളുത്തതാണോ കറുത്തതാണോ? മുടിയുണ്ടോ? വണ്ണമുണ്ടോ? വണ്ണമില്ലേ? ഇതൊക്കെ ചോദിക്കും. ആരെ പോലായിരിക്കുന്നേ? ഉടനെ ഇവൻ ഇങ്ങനെ തല ചൊറിഞ്ഞിട്ട് പറയും, വടക്കേടത്തെ സൂസിയെ പോലാ ഏകദേശം, പക്ഷെ അത്രയും മുടിയില്ലെന്നേ ഉള്ളൂ. മനസ്സിലാവുന്നില്ലേ? സാമ്യപ്പെടുത്താൻ ഒരു സൂസി ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞ് ഏകദേശം അതുപോലെ ഇരിക്കുമെന്ന്. പക്ഷെ എൻ്റെ ദൈവം പറഞ്ഞേക്കണോ, ഞാനാകുന്നവൻ ഞാനാകുന്നെന്ന് പറഞ്ഞാൽ ഞാനല്ലാതെ എനിക്കു തുല്യം മറ്റാരുമില്ല, പകരം വയ്ക്കാൻ മറ്റാരുമില്ലാത്ത ദൈവത്തിന് സ്തോത്രം. 90-ാം സങ്കീർത്തനം പറയുന്നു, കർത്താവേ, ഒന്ന് ആർത്തു സ്തോത്രം ചെയ്ത് പറഞ്ഞ്, കർത്താവേ അങ്ങ് തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും അങ്ങ് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിനും മുമ്പേ അങ്ങ് അനാദിയായും പോരാ, കരമുയർത്തി ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. യേശു പറയാ, ഞാനാകുന്നവൻ ഞാനാകുന്നു. നീ ആരാന്നല്ലേ നിങ്ങളുടെ ചോദ്യം? എൻ്റെ മറുപടി, ഞാനാകുന്നവൻ മറ്റാർക്കും തുലനം ചെയ്യാൻ കഴിയാത്ത, മറ്റാരോടും സാമ്യപ്പെടുത്താൻ കഴിയാത്ത ഏക സത്യ മഹാദൈവമാണ് ഞാൻ. എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? സമയം അതിവേഗത്തിൽ ഓടിപ്പോകുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ഓടി വരികയാണ് ആ കുരുഭാഗ്യത്തിലേക്ക്. അപ്പോൾ കർത്താവ് പറയുക, ഞാനാകുന്നവൻ ഞാനാണെന്ന് നിങ്ങൾ അറിയും. എപ്പോഴാണ് അറിയുന്നതെന്നറിയാവോ? മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ട ശേഷം അറിയാൻ പോകുന്നേ. ഞാൻ ഓടി അത് വരാം കേട്ടോ. യേശു ആരാണെന്ന്, ഞാനാകുന്നവൻ ഞാനാണെന്ന് എൻ്റെ കർത്താവ് വെളിപ്പെടുത്തി. 1-ാമത്തെ മേഖല യേശുവിൻ്റെ ക്രൂശു മരണത്തില. മത്തായി 27 നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ക്രൂശു മരണത്തിൽ എന്താ സംഭവിച്ചത്? 9-ാം മണി നേരം മുതൽ 12-ാം മണി നേരം വരെ ദേശത്തെല്ലാം വലിയ ഇരുട്ടുണ്ടായി. അടുത്തത് വായിക്കുന്നത്, ദൈവാലയത്തിലെ തിരശീല മുകൾ തൊട്ടടി വരെ ചീന്തിപ്പോയി. വലിയ ഭൂകമ്പമുണ്ടായി. പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, മരിച്ചവര് പലരും ഉയർത്തു. യേശുവിൻ്റെ പുനരുദ്ധാന ശേഷം വിശുദ്ധ നഗരത്തിൽ ചെന്ന് അവരത് വെളിപ്പെടുത്തി, അവരത് സാക്ഷ്യപ്പെടുത്തി. അങ്ങനാണെങ്കിൽ ഞാനാകുന്നവൻ ഞാനാണെന്ന് കർത്താവ് വെളിപ്പെടുത്തിയില്ലേ ക്രൂശീകരണത്തിൽ? അതുകൊണ്ടല്ലേ ഇങ്ങനെ വായിക്കുന്നേ, അരിക നിന്ന ശതാധിപനും കൂടെ കാത്തുകൊണ്ടിരുന്നവരും നെഞ്ചത്ത് കൈവച്ചിട്ട് പറയുകയാ, ഈ ദേഹം ആ ദേഹമായിരുന്നു, ഇവൻ അവനായിരുന്നു. ആര്? ഇവൻ സത്യ ദൈവമാണ്, ഇവൻ നിത്യ ജീവനാണ്. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ശക്തിയോടെ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ ക്രൂശു മരണത്തിൽ ദൈവം അത് തെളിയിച്ചു. ഹല്ലേലൂയ. 2, യേശു ഞാനാകുന്നവൻ ഞാനാണെന്ന് തെളിയിച്ചത് തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെയാണ്.
റോമാലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം എന്നെ ത്രസിപ്പിക്കുന്ന വാക്യ. അറിയാവുന്നവർ ഒരുമിച്ചൊന്ന് ആരവാരം പോലെ ഇവിടെ പറഞ്ഞാലും കുഴപ്പമില്ല. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കയും മരിച്ചവരുടെ ഇടയിൽ നിന്ന്, അറിയാവുന്നവർ ഉറക്കെന്ന് പറഞ്ഞ്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, അരിമത്യക്കാരൻ യോസേപ്പിന്റെ പുതുപുത്തൻ കല്ലറ അവനു തന്നെ തിരികെ കൊടുത്തുകൊണ്ട് മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് എൻ്റെ രക്ഷിതാവ് ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേൽപ്പാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന യേശുവിന്റെ പ്രഖ്യാപനത്തിന് ദൈവത്തിന് സ്തോത്രം, ആധികാരികതയുണ്ടായത്. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഹല്ലേലൂയ. എൻ്റെ ഹൃദയം പിടച്ചു വികസിക്കുന്നു. തുള്ളിച്ചാടിയൊക്കെ എനിക്കിത് പ്രസംഗിച്ചാൽ കൊള്ളാവുന്നുണ്ട്. റോമാലേഖനം 9-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ യഹൂദൻ്റെ അനുഗ്രഹങ്ങൾ പൗലോസ് പറഞ്ഞു വരിക. അപ്പോൾ പുത്രത്വം, തേജസ്, ആരാധന, പിതാക്കന്മാർ, വാഗ്ദത്തങ്ങൾ എല്ലാം പറഞ്ഞു വരുമ്പോൾ പറയാണ്, ക്രിസ്തുവും ജഡപ്രകാരം അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അടുത്തത് അടിവരയിടേണ്ടതല്ലേ, തുള്ളിച്ചാടി സ്വോത്രം പറയേണ്ടതല്ലേ. അവൻ സർവത്തിനും മീതെ, എല്ലാവരും ഒന്ന് സ്വോത്രം ചെയ്ത് പറ, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. എത്ര പേർക്ക് ഇന്ന് രാത്രി കരവീശി ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയും? അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. അവിടെ ഒരു കാര്യം ഒന്ന് പൗലോസ് പറഞ്ഞത് പറഞ്ഞാൽ, അവൻ ആരാധനയ്ക്ക് യോഗ്യൻ, എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേനെന്ന് പറഞ്ഞാൽ, വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ ആരാധിക്കുക എന്നാണ്. ഹല്ലേലൂയ. ഈ ലോകം ദൈവത്തെ ആരാധിക്കുന്നത് ആരാധിച്ച് അവർ ദൈവത്തെ ദൈവമാക്കുക. ഫുട്ബോൾ കഴിഞ്ഞല്ലേ ഉള്ളൂ ലോകകപ്പ്. ആ കളിക്കാരെ സംബന്ധിച്ച് ആരാധകരുടെ ആവേശം ഫ്ലെക്സുകളിലൂടെ, ബാനറുകളിലൂടെ അവർ കാണിച്ചു. മഷിഹായേ എന്നൊക്കെ അഭിസംബോധന ചെയ്തു. ഈ ക്രിക്കറ്റ് നടന്നപ്പോഴേ ഒരു ബാനറുണ്ട്, ശ്രദ്ധപ്പെട്ടു. ക്രിക്കറ്റ് ഞങ്ങളുടെ മതമാണ്, ഇന്നാൽ ഞങ്ങളുടെ ദൈവമാണ്. അപ്പം ആരാധിക്കാൻ 10 പേരുണ്ടെങ്കിൽ ആർക്കും ദൈവമാകാം. പക്ഷെ കുഴപ്പമെന്നറിയോ, 10 കളിയിൽ 8 കളിയിൽ ഫോം ഇല്ലെങ്കിൽ ആരാധകരുടെ എണ്ണം കുത്തനെ ഇടിയും. അപ്പം ഫോം അനുസരിച്ചാണ് ആരാധകരുടെ ഏറ്റക്കുറച്ചിൽ. കളിയിൽ നിന്ന് വിരമിച്ചാൽ അടുത്ത മിടുക്കൻ കളിക്കാരൻ വരുമ്പം പിന്നെ ഇങ്ങനെ ആരും ഓർക്കുകയില്ല. അങ്ങനല്ല, നമ്മളാരും യേശുവിനെ ആരാധിച്ച് ദൈവമാക്കുകയല്ല. അവൻ ദൈവമായതുകൊണ്ട്, അവൻ ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് ഇന്ന് രാത്രി നാം അവനെ ആരാധിക്കുകയാണ്. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടോ. എല്ലാവരും ആമേൻ ആധാരം തുറന്ന് ഈ രാത്രി ആത്മാവിൽ വിളിച്ചു പറ, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടോ. നിന്റെ രക്തം ഹേതുവായി ഗോത്രങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ജാതികളിൽ നിന്നും ഞങ്ങളെ വിലയ്ക്കു വാങ്ങി. നീയാണ് ആരാധനയ്ക്ക് യോഗ്യൻ. എത്ര പേർക്ക് മനസ്സോടെ ദൈവത്തിന് ഇന്ന് രാത്രി സ്തോത്രം പറയാൻ കഴിയും? പോരാ, കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടല്ല തീത്തോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നത്, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്ന നാം, യേശു അവൻ ഞാനാകുന്നവൻ ഞാനാണെന്ന് മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം നിങ്ങൾ അറിയും. അറിഞ്ഞില്ലേ? ക്രൂശീകരണത്തിൽ അറിഞ്ഞില്ലേ? ഉയർത്തെഴുന്നേൽപ്പിലൂടെ ലോകത്തിന് നിഷേധിക്കാൻ കഴിയാത്ത നിലയിൽ IPCയുടെ 959 കൺവെൻഷനിൽ ഇന്ന് രാത്രി ആസന്നിഗ്ധമായി ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ ചങ്കൂറ്റമുണ്ട്. യേശു ക്രിസ്തു ദൈവം. എന്തുകൊണ്ട് ദൈവം? യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് എൻ്റെ യേശു ദൈവം. ആധാരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ ഇന്ന് രാത്രി മനസ്സില്ലേ? ഒരു 30 സെക്കൻഡ് കരമടിച്ച് ഇന്ന് രാത്രി ആദിശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരു വ്യക്തി പോലും മൗനമായിരിക്കാതെ ഇന്ന് രാത്രി ആധാരം തുറന്ന് കരമടിച്ച് യേശുവിന് സ്തോത്രം ചെയ്യുക. അവൻ ആരാധനയ്ക്ക് യോഗ്യൻ, അവൻ സത്യ ദൈവം, അവൻ നിത്യജീവൻ. ഒരാശയം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം.
യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടല്ല യേശു ദൈവമായത്. ഒരു നല്ല ആമേനെന്ന് പറ. യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടല്ല യേശു ദൈവമായത്. യേശു എന്നും ദൈവമാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഒറ്റ തെളിവ് ഞാൻ പറയാം കേട്ടോ. നമ്മുടെ വിഷയത്തോടുള്ള, നമ്മുടെ തീമിനോടുള്ള ബന്ധത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കേണ്ട 6-ാം അധ്യായം 1 മുതൽ. ഉസ്സിയാ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടോ. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന്, രണ്ടുകൊണ്ട് പാദങ്ങൾ മൂടി സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്ത് ഒരുവനോടൊരുവൻ പറഞ്ഞാർപ്പെടുകയാണ്. അവർ ആർക്കുന്ന ശബ്ദത്താൽ ആലയത്തിന്റെ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനം കുലുങ്ങുകയാണ്. ആ സിംഹാസനത്തിലിരിക്കുന്ന വ്യക്തിപ്രഭാവത്തിന്റെ തേജസ് മുഴുഭൂമിയിലും നിറഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, ആ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. സാറാഫുകൾ രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് രാപകൽ ആർത്താരാധിക്കുന്ന ആ വ്യക്തിപ്രഭാവം ആര്? യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 41-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, യെശയ്യാവ് അവന്റെ തേജസ് കണ്ടെന്ന്. ആരുടെ തേജസ് കണ്ടെന്ന് യോഹന്നാൻ അസന്നിഗ്ധമായി പറയുന്നു. യെശയ്യാവ് അവന്റെ തേജസ് കണ്ടു പറഞ്ഞു. ആരുടെ തേജസ്? യേശു ക്രിസ്തുവിന്റെ തേജസ്. എപ്പോൾ കണ്ടോ? ഉസ്സിയാ രാജാവ് മരിച്ചയാണ്ടിൽ കണ്ടോ. എങ്ങനെ കണ്ടോ? ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നവനായി അനന്തകോടി ദൂതന്മാർ രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്താരാധിക്കുന്നവനായി എൻ്റെ യേശുവിനെ കണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, അവൻ ഇന്നലെയും, ഒരു മനുഷ്യന് സ്വോത്രം ചെയ്തു പറ, എൻ്റെ യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. നമ്മുടെ മഹാരാജാവ് കർത്താവായ യേശു ക്രിസ്തു അവൻ നിത്യനാണ്. അവൻ അനാദിയായും ശാശ്വതമായും ദൈവമാണ്. അവനാകുന്നവൻ ഞാനാകുന്നവൻ ഞാനാകുന്നു. യേശുവിനു തുല്യം. എല്ലാവരും കരം കൊണ്ട് ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് ഒരുമിച്ച് വിളിച്ചു പറ, യേശുവിനു തുല്യം, യേശു മാത്രം. യേശുവിന് തുലനം ചെയ്യാൻ, യേശുവിനോട് സാമ്യപ്പെടുത്താൻ, യേശുവിന് പകരമായി മറ്റൊരാളില്ല. കരം ഉയർത്തി ഒരിക്കൽ കൂടി നല്ലൊരു സ്തോത്രം പറയാമോ?